വാർത്തകൾ തുടർന്നു. നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചറിലെ യാത്രക്കാരിയെ പാമ്പ് കടിച്ചതായി സംശയം. ആയുർവേദ ഡോക്ടർ ഗായത്രിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ട്രെയിനിലെ ബർത്തിൽ പാമ്പിനെ കണ്ടുവെന്ന് യാത്രക്കാർ പരാതിപ്പെട്ടു. റെയിൽവേ അന്വേഷണം ആരംഭിച്ചു. ഇക്ബാൽ അറക്കൽ വിശദാംശങ്ങളുമായി. ഇക്ബാൽ, ട്രെയിനിൽ പാമ്പുണ്ടായിരുന്നോ? അത് കൺഫേം ചെയ്ത കാര്യമാണോ? നികേഷ്, ഇന്ന് രാവിലെയാണ് നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചറിൽ വെച്ച് യാത്രക്കാരിയെ പാമ്പ് കടിച്ചു എന്ന രീതിയിലുള്ള ഒരു വിവരം പുറത്തു വരുന്നത്. ഈ ട്രെയിന് വെല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷന് സമീപത്തേക്ക് എത്തിയപ്പോഴാണ് യാത്രക്കാരി തന്റെ കാലിൽ ഇത്തരത്തിലൊരു പാമ്പ് കടിയേറ്റതായിട്ടുള്ള സംശയം മറ്റ് സഹയാത്രക്കാരോട് പറയുന്നത്. ഉടൻ തന്നെ ഈ ആയുർവേദ ഡോക്ടറായ ഗായത്രിയെ വെല്ലപ്പുഴ സ്റ്റേഷനിൽ വെച്ച് പുറത്തിറക്കി നാട്ടുകാർ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ആദ്യം വെല്ലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഗായത്രി ചികിത്സ തേടിയത്. ഇതിനുശേഷമാണ് പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഗായത്രിയെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിയിട്ടുള്ളത്. നിലവിൽ ഗായത്രിയുടെ മെഡിക്കൽ പരിശോധനകൾ നടക്കുകയാണ്. ഇതിനിടയിലാണ് ട്രെയിനിലെ ബർത്തിൽ പാമ്പിനെ കണ്ടെന്ന യാത്രക്കാർ പരാതിപ്പെട്ടത്. ഏതായാലും ഈ പാസഞ്ചർ ട്രെയിന് ഷൊർണൂരിൽ എത്തിയതിനു ശേഷം പോലീസിന്റെയും അതുപോലെ തന്നെ മറ്റ് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടത്തിയിരുന്നു. പക്ഷേ പാമ്പിനെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിനുശേഷം ഗായത്രി സഞ്ചരിച്ചിരുന്ന ഈ ബോഗി അടച്ചിട്ടതിനു ശേഷം വീണ്ടും ട്രെയിന് നിലമ്പൂരിലേക്ക് തന്നെ സർവീസ് തുടരുകയാണ്. ഇനി ട്രെയിൻ നിലമ്പൂരിൽ എത്തിയതിനു ശേഷം മാത്രമേ തുടർ പരിശോധന ഉണ്ടാവൂ എന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ഗായത്രിയുടെ മെഡിക്കൽ പരിശോധന പൂർത്തിയായതിനു ശേഷം മാത്രമേ പാമ്പ് തന്നെയാണോ കടിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. നിലവിൽ പെരിന്തൽമണ്ണയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ ആയുർവേദ ഡോക്ടർ ആയിട്ടുള്ള ഗായത്രി. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇക്ബാൽ.